മിക്സഡ് റിയാലിറ്റി രംഗത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചേഴ്സുമായിട്ടാണ് സാംസങ് ഗാലക്സി XR ഇന്ന് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു മിക്സഡ് റിയാലിറ്റി വേൾഡിൽ പുതിയ പ്രൊഡക്ഷനും പുതിയ കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാനുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുതിയ ടെക്നോളജികളും പുതിയ ഫീച്ചേഴ്സും ഗാലക്സി XR ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് XR, അതായത് ആൻഡ്രോയിഡിൽ നിന്ന് അവർ എക്സ്റ്റെൻഡഡ് റിയാലിറ്റിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള OS ഇൻബിൽറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹെഡ്സെറ്റ് ആണ് സാംസങ് ഗാലക്സി XR എന്ന് പറയുന്നത്. മാത്രമല്ല ആപ്പിൾ വിഷൻ പ്രോനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് വൈസ് വളരെ കുറവാണ്, അതിന്റെ പകുതി പോലും റേറ്റ് വരുന്നില്ല. എന്നാൽ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് സാംസങ് ഗാലക്സി XRന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ എക്സ്റ്റൻഡഡ് റിയാലിറ്റി, മിക്സഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയൊരു സാധനം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഒന്ന് സാംസങ് ആണ് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഒരു മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രൊഡക്റ്റിലെ ഡിസൈൻ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് മാത്രമല്ല, ഒന്ന് കോൾക്കൺ പ്രോസസ്സറിന്റെ ആ ഒരു കോമ്പിനേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്, ഗൂഗിൾ ജെമിനൈന്റെ ഒരു കോമ്പിനേഷൻ ഇത് വരുന്നത്. ഇതെല്ലാം കൂടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് നമുക്ക് മുമ്പിൽ ഓപ്പൺ ആയി വരുന്ന ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സൂപ്പർ ക്വാളിറ്റിയിലാണ്, സൂപ്പർ പ്രൈസ് റേറ്റിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് നമ്മുടെ മുമ്പിൽ വരുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വേൾഡിൽ ഒരു ഭയങ്കര ചേഞ്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാംസങ് ഗാലക്സി XRന്റെ ഒരു എക്സ്പീരിയൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് അതിനകത്ത്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ആൻഡ്രോയിഡ് ഒക്കെ വളരെ ഫെമിലർ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സെയിം ഫീച്ചേഴ്സ് അതേപോലെ തന്നെ ശരിക്കും ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു ലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ സാധാരണ ഇപ്പോൾ ഈ ഒരു ഡിവൈസ് ഹെഡ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് സാംസങ് ഗാലക്സി XR യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സിനിമയൊക്കെ കാണാമെന്ന് വിചാരിച്ചോളൂ. സിനിമയെ കാണുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരു ഏത് സംഭവത്തെ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിടെ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ഒരു റൗണ്ട് വരയ്ക്കുക അല്ലെങ്കിൽ ഒരു ജസ്റ്റ് സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ അത് എന്താണെന്നില്ല അതിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അത് ഇന്ന ഡിവൈസ് ആണ്, ഇന്ന സംഭവങ്ങളാണ്, ഇതിനകത്ത് കണക്ട് ചെയ്താണ്. നമ്മുടെ ഒരു സ്ഥലത്തൂടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് അവിടെ നമുക്ക് മനസ്സിലാവാത്ത സാധനം അതിലേക്ക് നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഭയങ്കര രസകരമായി തോന്നിയ ഒരു സാധനം എന്ന് വെച്ചാൽ 2D ഇമേജിനെ 3D കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഓൾറെഡി നമുക്ക് അതിനകത്ത് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഒരു പഴയ ഇമേജ് അതിനകത്ത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഇമേഴ്സീവ് എക്സ്പീരിയൻസിലൊക്കെ കൺവേർട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ മെമ്മറീസിനൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് മറ്റൊരു തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലൊക്കെ അവർ കൺവേർഷൻ സാധ്യതകളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഭയങ്കര രസകരമായി തോന്നുന്ന സാധനങ്ങളാണ്. സാധാരണ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നമ്മുടെ തലയിലും കണ്ണിലൊക്കെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സാധനം, അതിന്റെ വെയിറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു കൺസേൺ ഉള്ള കേസാണ്. അപ്പൊ ഇതിനകത്ത് ഒരു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ കേബിൾ വഴി കണക്ട് ചെയ്തിട്ടാണ് ശരിക്കും അതിന്റെ ബാറ്ററി സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉള്ളത്. അറൌണ്ട് 545 ഗ്രാം ആണ് ഇതിന്റെ ശരിക്കും കറക്റ്റ് വെയിറ്റ് ഉള്ളത്. ലൈറ്റ് വെയിറ്റ് ഡിസൈൻ ആണ് ശരിക്കും, പ്രത്യേകിച്ച് ഒരു സാംസങ് ആയതുകൊണ്ട് തന്നെ അത് ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഭയങ്കര രസകരമായി തോന്നുന്ന സാധനമാണ്. കാരണം അത് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി ഒരു മാക്സിമം ആ ഒരു കൺസേൺ ഒക്കെ എടുത്തിട്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കംഫർട്ട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫോർഹെഡ് കുഷൻ ആൻഡ് റിയർ ഫീറ്റ് ഡയൽ, അതായത് ശരിക്കും നമുക്ക് അത് കറക്റ്റ് നമ്മളത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതിന്റെ ഒരു ഫോർഹെഡ് കുഷൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ സമയം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫോർഹെഡിലൊക്കെ ചെറിയ പ്രഷറിന്റെ പെയിൻ ഒക്കെ വരാൻ സാധ്യത. അപ്പൊ അതൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. മാത്രമല്ല അതിനകത്ത് അവർ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാം മാഗ്നറ്റിക് ടൈപ്പ് ഓഫ് സാധനങ്ങളാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ സെറ്റ് ചെയ്ത് വെക്കാനും റിമൂവ് ചെയ്യാനും അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള രീതിയിൽ സ്റ്റൈലിഷ് ഡിസൈൻ ആണ് എന്നുള്ളത്, ഇതിന്റെ കംഫർട്ടബിൾ ആണെന്നുള്ളത് ഇതിന്റെ മറ്റൊരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിറ്റാച്ചബിൾ ലൈറ്റ് ഷീൽഡ് ആണ്. ഇറ്റ് മീൻസ് ആക്ച്വലി വി ക്യാൻ സ്വിച്ച് ബിറ്റ്വീൻ ഫുള്ളി ഇമേഴ്സീവ് ആൻഡ് ഓപ്പൺ വ്യൂയിങ് മോഡ്സ്. നമുക്ക് ഇതിന്റെ ഹെഡ്സെറ്റിന്റെ താഴെയുള്ള ഒരു പാർട്ട് ശരിക്കും ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് വേണമെങ്കിൽ ഒരു വ്യൂയിങ് ആംഗിൾസ് കാണാൻ വേണ്ടിയിട്ട് നമുക്കിത് റിമൂവ് ചെയ്ത് വെക്കാന്നുള്ളതാണ്. സാംസങ് ഗാലക്സി XRന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് എനിക്ക് പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ജസ്റ്റ് അതിന്റെ ആ ഒരു കൊളാബറേഷൻ ആണ്. സാംസങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയും അവരുടെ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി, അതിന്റെ ഡിസൈൻ സ്റ്റൈൽസ് ഭയങ്കര ഭംഗിയുള്ള സാധനങ്ങളായിരിക്കും. അപ്പൊ അത്തരത്തിൽ നല്ല ഏറ്റവും ഭംഗിയുള്ള ഒരു പ്രൊഡക്റ്റ് ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് ശരിക്കും സാംസങ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കോൾകോമിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സ്നാപ്ഡ്രാഗൺ XR2 ജനറേഷൻ 2 ആണ് ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മറ്റൊരു ഈ ഒരു 3 കോമ്പിനേഷൻ ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് റിയാലിറ്റി അല്ലെങ്കിൽ മിക്സഡ് റിയാലിറ്റി ഇൻഡസ്ട്രിയിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമല്ല. കാരണം ഇത്തരത്തിലൊരു കോമ്പിനേഷൻ ദിസ് ഇസ് ഫസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. മറ്റ് ഹെഡ്സെറ്റുകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് മിക്സഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റിന്റെ ഒക്കെ സംഭവങ്ങൾ നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സാധനം എന്ന് വെച്ചാൽ ഇതിന്റെ ക്യാമറ ക്വാളിറ്റി, അതേപോലെ തന്നെ മൈക്കിന്റെയും സൗണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് സൗണ്ട് ക്വാളിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഏകദേശം 6 മൈക്രോഫോൺസ് ശരിക്കും ഈ ഒരു ഡിവൈസിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 12 ക്യാമറകളാണുള്ളത്. ഈ 12 ക്യാമറകൾ നമ്മുടെ ഫേഷ്യൽ ഡാറ്റാസ് എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ കണ്ണിന്റെ ആ ഒരു മൂവ്മെന്റ് അത് അത്ര ആക്യുറേറ്റ് അല്ല ഡാറ്റാസ് എടുക്കാൻ വേണ്ടിയിട്ട്, ഐ ട്രാക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ട് 4 ക്യാമറകൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീച്ചർ എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് ആണ്. ഇപ്പൊ മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ള സാധനത്തിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ ഡാറ്റകൾ, ആ ഒരു സ്പേഷ്യൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മുടെ എൻവയോൺമെന്റിനെ നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാന്നുള്ളതാണ്. 6.5 MB ക്യാമറയാണ് ശരിക്കും പറഞ്ഞാൽ റിയൽ എൻവയോൺമെന്റിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് 3D ഫോട്ടോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ക്യാപ്ചർ ചെയ്തെടുക്കാൻ വേണ്ടി ഇതിനകത്തുള്ളത് എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. കാരണം നമുക്കൊരു റിയൽ ഡാറ്റ അതിന് എടുത്തിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു ക്വാളിറ്റി ഇറ്റ്സ് മോർ ദാൻ ഇനഫ് ഐ തിങ്ക്. അപ്പോൾ ആ ഒരു സാധനം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാമറന്റെയും മൈക്കിന്റെയും ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ, ഇപ്പോൾ നമ്മൾ ജെമിനയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സാധനം നോയ്സ് ഒക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ഒരിടത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന് നല്ല ക്വാളിറ്റി മൈക്സ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം നമുക്ക് നല്ല ഡിസ്പ്ലേ തരുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം നമുക്ക് സറൗണ്ടിങ്സിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഏറ്റവും നല്ല വിഷ്വൽ സാധനങ്ങൾ, നല്ല ക്യാമറ യൂസ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനും ഇത്തരം കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്സെറ്റിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വെർച്വൽ ടൂൾസ് എന്നൊക്കെ പറയാറുണ്ട്. സാധാരണ നമ്മൾ പല വീഡിയോസിലൊക്കെ നമ്മൾ അതിനെ കുറിച്ച് പറയാറുണ്ട്. ഈ ആളുകൾക്കൊക്കെ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെർച്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക, ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ അങ്ങനത്തെ പല വീഡിയോസ് ഓൾറെഡി ലൂസിയ ലാബിൽ നമ്മൾ വെർച്വൽ ടൂൾസും എഡ്യൂക്കേഷണൽ ടൂൾസും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ഡിവൈസിൽ സാംസങ് ഗാലക്സി XRൽ ഇതിന്റെ ഒരു വലിയ ഒരു എക്സ്പീരിയൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. നമ്മളത് വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട് തന്നെ, കാരണം ഇവര് നമുക്കിപ്പോൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുക, നമുക്കിപ്പോൾ US സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിന്റെ ആ ഒരു മാപ്പിംഗ് സിസ്റ്റം ഇതിനകത്ത് ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്ലൈ ചെയ്യുന്ന ഫീലാണ് ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസിൽ നമ്മളിങ്ങനെ ആകാശത്തിലൂടെ ഇങ്ങനെ പറന്നു പോയിട്ട് നമ്മുടെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തുന്നു. അതിന്റെ ഓരോ ബിൽഡിങ്ങിന്റെ ഇടയിലൂടെ പോയിട്ട് നമ്മൾ അവിടുത്തെ ഒരു പർട്ടിക്കുലർ ഷോപ്പിലേക്ക്, ഇപ്പോൾ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ മറ്റൊരു ഷോപ്പ്, അത് ഷോപ്പിന്റെ അകത്തേക്ക് ആയിട്ട് അതിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. അവിടെ AI-ന്റെ ജെമിനൈന്റെ ഒരു ഭയങ്കര ഒരു ഇന്ററാക്ഷൻസ് നമുക്ക് കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്സെറ്റിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ഇനി ഏത് മേഖലയിൽ നമുക്ക് ഏത് സ്ഥലത്തെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത് എന്നുള്ളത്, ഏത് സ്ഥലങ്ങളാണ് നമുക്ക് സന്ദർശിക്കേണ്ടത്, ഏത് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുള്ളത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ട് മനസ്സിലാക്കി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവൈസിന്റെ ഇമ്മേഴ്സീവ്, അതായത് ഇമ്മേഴ്സീവ് എന്താ പറയാ, മാപ്പിംഗ് എക്സ്പീരിയൻസ് എന്നൊക്കെ നമുക്ക് അതിന് പറയാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ശരിക്കും. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഒരു ഹൈപ്പ് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് അത്രയും നമ്മളൊരു ശരിക്കും സാംസങ് പറയുന്നത് തന്നെയാണ്, ഒരു വേൾഡ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരുന്നു എന്ന് പറയുന്നതിന്റെ റിയൽ ഫീച്ചർ കാണിക്കുന്ന ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇമ്മേഴ്സീവ് ഏരിയ എന്ന് പറയുന്നത്. സാംസങ് ഗാലക്സി XRന്റെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ 4 ക്യാമറകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണ് മാത്രം ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. ശരിക്കും നമ്മുടെ ഈ ഒരു ഐസിന്റെ ട്രാക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മളിത് എത്രത്തോളം നമുക്കത് ഡൈജസ്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത്, അതിന്റെ കോംപ്ലക്സിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സാധാരണ മുമ്പൊക്കെ നമ്മൾ ഒരു VR ഹെഡ്സെറ്റിനകത്തേക്ക് നമ്മൾ ഈ IP ട്രാക്ക് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ഡിവൈസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പരിധി വരെ ഇൻബിൽറ്റ് ആണെന്നുള്ളതാണ്. അതിന്റെ ഡാറ്റ എത്രത്തോളം ഒരു
ഔട്ട്സോഴ്സ് ചെയ്യുന്നു എന്നുള്ളതും അല്ലെങ്കിൽ നമുക്കത് തരുന്നു എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ യൂസർ കോൺഫിഡൻഷ്യാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും ഇവർ ഡാറ്റ എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫേസിലെങ്കിലും അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്ക് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധ്യതകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അത് ശരിക്കും അതിൻ്റെ ഒരു ഗ്ലിംസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ 8+8 എന്ന് പറയുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഒരാൾക്ക് ചോദിക്കുന്ന സമയത്ത് അയാളുടെ ഐ ക്യൂബിൽ ഉണ്ടാകുന്ന ചേഞ്ചസും നേരെ മറിച്ച് 800x2x5 എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ അയാൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്നതിന് അയാളുടെ തോട്ട്സിനെ ബ്രെയിനായിട്ട് കണക്ട് ചെയ്തിട്ട് അയാളുടെ ഐ ക്യൂബിൽ ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു. ഈ സാധനങ്ങൾ അനലൈസ് ചെയ്യാനൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോഗ്നിറ്റീവ് ലെവലിലേക്ക് ശരിക്കും ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. എസ്പെഷ്യലി എഡ്യൂക്കേഷൻ രംഗത്ത് ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഐ പീപ്പിൾ മൂവ്മെന്റിന്റെ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ഓരോ ഘട്ടത്തിലും ഇത് ഓരോ ഡിവൈസുകൾ ഇങ്ങനെ വരുന്നു, അതിന്റെ അപ്ഡേഷൻസ് വരുമ്പോൾ ശരിക്കും ഒരു വലിയ ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് എനിക്ക് ആ ഒരു ഫീച്ചറിൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഗാലക്സി എക്സ്ആറിന്റെ സ്പെക് ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആപ്പിൾ വിഷൻ പ്രോനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല ക്വാളിറ്റിയാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത്. അതിന്റെ OS പ്ലാറ്റ്ഫോം നോക്കുമ്പോൾ ശരിക്കും ആൻഡ്രോയിഡ് XR ആണ് നമുക്ക് കോ ഡെവലപ്ഡ് ബൈ ഗൂഗിൾ ആൻഡ് കോൾകോം എന്നുള്ള രീതിയിൽ നമ്മൾ പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഓൾറെഡി അതിനകത്തുണ്ട്. പ്രൊസസർ നോക്കുകയാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൺ XR2 ജനറേഷൻ 2 ആണ് ശരിക്കും അതിന്റെ പ്രൊസസർ കാറ്റഗറിയിൽ കിടക്കുന്നത്. മെമ്മറി സ്റ്റോറേജ് ശരിക്കും ഇപ്പൊ മാർക്കറ്റിൽ അവർ അവൈലബിൾ ആക്കിയിട്ടുള്ള പ്രൊഡക്റ്റിനകത്ത് 16 GB RAM 256 GB സ്റ്റോറേജ് ആയിട്ടുള്ള സിംഗിൾ കോൺഫിഗറേഷനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ശരിക്കും ആപ്പിൾ വിഷൻ പ്രോനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡ്യുവൽ 4K മൈക്രോ OLED സ്ക്രീൻസ് ആണ് ശരിക്കും അതിന്റെ ഡിസ്പ്ലേയിൽ വരുന്നത്. റെസൊല്യൂഷൻ ശരിക്കും 3552 x 3840 പിക്സൽ പെർ ഐയിൽ നമുക്ക് ശരിക്കും അതിന്റെ 27 മില്യൺ ടോട്ടൽ പിക്സൽസ് ശരിക്കും ആ റെസൊല്യൂഷൻ കാറ്റഗറിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നല്ല ക്വാളിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. റിഫ്രഷ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അപ് ടു ഒരു 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഫീൽഡ് ഓഫ് വ്യൂ അറൌണ്ട് 109x100 വരെ വെർട്ടിക്കൽ ലെവലിൽ വരുന്ന ഒരു ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്. അത് ശരിക്കും നമുക്ക് നല്ല ഒരു വൈഡ് ആംഗിൾ വ്യൂ ശരിക്കും ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് ശരിക്കും അതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ ഉള്ളത്. 2 ഹൈ റെസൊല്യൂഷൻ പാസ് ത്രൂ ക്യാമറാസ്, 6 വേൾഡ് ഫേസിംഗ് ട്രാക്കിംഗ് ക്യാമറാസ്, 4 ഐ ട്രാക്കിംഗ് ക്യാമറാസ്, 1 ഡെപ്ത് സെൻസർ, 5 IMUs, അതിന്റെ ഒരു മെഷർമെന്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇനീഷ്യൽ മെഷർമെന്റ് യൂണിറ്റ്സ് അതിന് സെപ്പറേറ്റ് അതിനകത്ത് ശരിക്കും അത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. 1 ഫ്ലിക്കർ സെൻസർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ശരിക്കും ക്യാമറാസും സെൻസേഴ്സും ശരിക്കും ഒരു നല്ല ഒരു എന്താ പറയാ മറ്റ് ഇപ്പം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ളതാണ് അതിന്റെ ക്യാമറ സെൻസർ ഏരിയയിലുള്ളത്. അതുപോലെ തന്നെ ശരിക്കും സെക്യൂരിറ്റി സിസ്റ്റത്തിന് അതൊരു നല്ല പ്രാധാന്യം കൊടുത്തിട്ടാണ് പുതിയ ഡിവൈസ് അവർ പുറത്തിറക്കിയത്. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഐറിസ് റെക്കഗ്നേഷനൊക്കെ വെച്ചിട്ട് നമ്മുടെ ഡിവൈസ് അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും പാസ്വേഡ് എൻട്രിക്കൊക്കെ ഉള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ആ ഒരു സെക്യൂരിറ്റി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഓഡിയോ ക്വാളിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, ഓഡിയോ ക്വാളിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഓഡിയോ എന്ന് പറയുന്നത്. 2 വേ സ്പീക്കേഴ്സ് ഓൾറെഡി വൂഫർ പ്ലസ് ട്വീറ്റർ ആയിട്ടുള്ള സംഭവങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ 6 മൈക്രോഫോൺസ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോൾബി അറ്റ്മോസ്ഫിയറിൽ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലേക്ക് ആ ഒരു സംഭവങ്ങൾ നമുക്ക് അതിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിന്റെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. വീഡിയോ പ്ലേ ബാക്ക് ആണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. കാരണം 8K ക്വാളിറ്റിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് വീഡിയോ HDR 10 and HLG ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാനും വീഡിയോ കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നു എന്നുള്ളത് ശരിക്കും നമ്മുടെ വീട്ടിലൊരു പ്യുവർലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനം. വീഡിയോ പ്ലേ ബാക്ക് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ എഡ്യൂക്കേഷണൽ കണ്ടന്റുകളായിക്കോട്ടെ, എന്റർടൈൻമെന്റ് കണ്ടന്റ്, ഗെയിമുകളായിക്കോട്ടെ, എല്ലാത്തിലേക്കും നമുക്ക് വീഡിയോ കണ്ടന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും നല്ല 8K ക്വാളിറ്റി അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഭയങ്കര അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ ബാറ്ററി ലൈഫ് നമ്മൾ നോക്കുന്ന സമയത്ത് ശരിക്കും അപ് ടു 2 hours ഒക്കെയാണ് ജനറലി അതിന്റെ യൂസ് പറയുന്നത്. നമ്മൾ സെപ്പറേറ്റ് ഒരു കേബിൾ വെച്ച് കണക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ വീഡിയോ പ്ലേ ബാക്കിൽ 2.5 ഒക്കെ പറയുന്നത്. പക്ഷെ നോർമൽ കേസിൽ കുറച്ച് നമ്മുടെ ഈ ഹാപ്റ്റിക് സെൻസേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 hours നോർമൽ അവറേജ് കിട്ടുമെന്നുള്ള രീതിയിലാണ് അവരെന്നെ പറയുന്നത്. നമുക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് പറയുന്നുണ്ട്. വൈഫൈ കണക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ 7 ഒക്കെയാണ്, ബ്ലൂടൂത്ത് 5.4 കണക്ടിവിറ്റി ആ ഒരു സംഭവങ്ങൾ അവരത് ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ആപ്പിൾ വിഷൻ പ്രോനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മിക്സഡ് റിയാലിറ്റിന്റെ ഇത്രയും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വെച്ചിട്ട് കിട്ടുന്ന ഒരു നല്ല പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്.
അതുപോലെ തന്നെ നമുക്ക് ശരിക്കും ഇതിന്റെ ലെൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലെൻസ് നമുക്ക് ഈ പ്രിസ്ക്രിപ്ഷൻ ലെൻസുകൾ നമുക്ക് ശരിക്കും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാന്നുള്ളത് അവർ ഓൾറെഡി പറയുന്നുണ്ട്. അത് സാധാരണ നമ്മൾ ശരിക്കും ഇങ്ങനത്തെ ഒരു വിഷൻ പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതിന് വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ഇതിന്റെ സ്പെക്കില് നമുക്ക് വളരെ എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടം തന്നെയാണ്. 2025 ഒക്ടോബർ 21 US മാർക്കറ്റിൽ സാംസങ് ഗാലക്സി XR ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം തന്നെ വെരി നെക്സ്റ്റ് ഡേ സൗത്ത് കൊറിയയിൽ ഇത് ലോഞ്ച് ചെയ്തു. ഇന്ത്യയിൽ അത് എന്നത്തേക്ക് അവൈലബിൾ ആവുന്നൊന്നും ഇതുവരെ അവർ അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും അതിന്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ആപ്പിൾ വിഷൻ പ്രോനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിട്ടാണ് മിക്സർ റിയാലിറ്റിയിലും എക്സ്റ്റൻഡ് റിയാലിറ്റിയിലും ഏറ്റവും നല്ല ജെമിനൈൻ്റെ ഇന്റഗ്രേഷൻ ഒക്കെ കൂടെയുള്ള ഏറ്റവും നല്ലൊരു ഡിവൈസ് ആയിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും $1799 ആണ്. ഇന്ത്യൻ റുപ്പീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലാണ്, ഒരു 1.5 ലക്ഷം രൂപ വില വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്കത് ഒരു ഇന്നത്തെ ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ബേസും അതിന്റെ ഒരു യൂസർ ഫ്രണ്ട്ലി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ മറ്റ് യൂസ് കേസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ശരിക്കും നല്ല വെർത്ത് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് സാംസങ് ഗാലക്സി XR എന്ന് പറയുന്നത്.